ഓം നമഃശിവായ. നിങ്ങൾ ഈ ദൃശ്യം കണ്ടിട്ടുണ്ടാകാം. 10 തലകളും 20 കൈകളുമുള്ള രാവണൻ ഒരു മഹാപർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്നു. പർവ്വതത്തിന്റെ മുകളിൽ ഭഗവാൻ ശിവനും ദേവി പാർവതിയും പൂർണ്ണമായ ശാന്തതയിലിരിക്കുന്നു. പക്ഷേ ഒരു വലിയ ചോദ്യം: രാവണൻ എന്തിനാണ് ഭഗവാൻ ശിവന്റെ കൈലാസ പർവ്വതം തന്നെ ഉയർത്താൻ ശ്രമിച്ചത്? ഈ സംഭവം രാമായണത്തിന് വളരെ മുമ്പ് നടന്നതാണ്. ആ സമയത്ത് രാവണൻ തന്റെ ശക്തിയുടെ ഉച്ചകോടിയിലായിരുന്നു. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച മഹത്തായ വരങ്ങൾ കൊണ്ട് രാവണന്റെ ശക്തി അത്യന്തം വലുതായി. രാജ്യങ്ങൾ കീഴടക്കപ്പെട്ടു. ദേവന്മാർ പോലും ഭയപ്പെട്ടു. അങ്ങനെ ഒരു വിശ്വാസം രാവണന്റെ മനസ്സിൽ വളർന്നു: ഈ ലോകത്തിൽ രാവണനെ തടയാൻ ആരുമില്ല. ഒരു ദിവസം രാവണൻ പുഷ്പക വിമാനം കൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. വിമാനം കൈലാസ പർവ്വതത്തിന് സമീപം എത്തിയപ്പോൾ അത് മുന്നോട്ട് പോകാൻ നിർത്തപ്പെട്ടു. രാവണൻ കോപിച്ചു: എന്റെ വഴിയിൽ തടസ്സമാകാൻ ആരാണ് ധൈര്യം കാണിച്ചത്? അപ്പോൾ അവിടെ നിന്നിരുന്ന നന്ദിദേവൻ പറഞ്ഞു: ഇത് ഭഗവാൻ ശിവന്റെ പവിത്രമായ കൈലാസമാണ്. ഇവിടെ വിനയം കാണിക്കണം. പക്ഷെ അഹങ്കാരത്തിൽ മുങ്ങിയിരുന്ന രാവണൻ ആ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. രാവണൻ ചിരിച്ചു: ഒരു പർവ്വതം തന്നെ രാവണന്റെ വഴി തടയുമോ? അങ്ങനെ പറഞ്ഞ് 10 തലകളും 20 കൈകളും കൊണ്ട് രാവണൻ മുഴുവൻ കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിച്ചു. പർവ്വതം കുലുങ്ങി, ഭൂമി നടുങ്ങി, ദേവന്മാരെല്ലാം ഭയപ്പെട്ടു. പക്ഷേ പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നിരുന്ന ഭഗവാൻ ശിവനും ദേവി പാർവതിയും പൂർണ്ണമായ ശാന്തതയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ശിവൻ ഒന്നും പറഞ്ഞില്ല. വെറും പെരുവിരൽ കൈലാസ പർവ്വതത്തിൽ അമർത്തി. അത് മതിയായിരുന്നു. അടുത്ത നിമിഷം പർവ്വതത്തിന്റെ മുഴുവൻ ഭാരം താഴേക്ക് അമർന്നു. രാവണന്റെ കൈകൾ പർവ്വതത്തിനടിയിൽ കുടുങ്ങി. എത്ര ശക്തിയുള്ളവനാണെങ്കിലും ഭഗവാൻ ശിവന്റെ ശക്തിക്ക് മുന്നിൽ രാവണന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വേദനയിൽ രാവണൻ കരഞ്ഞു. ആ അവസ്ഥയിൽ തന്നെ രാവണൻ ഭഗവാൻ ശിവനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സമയത്ത് രാവണൻ പാടിയത് തന്നെയാണ് ശിവതാണ്ഡവ സ്തോത്രം. രാവണന്റെ ഭക്തി കണ്ട ഭഗവാൻ ശിവൻ പ്രസന്നനായി. പിന്നീട് രാവണനെ മോചിപ്പിക്കുകയും ചന്ദ്രഹാസ് എന്ന ദിവ്യ ഖഡ്ഗം രാവണന് സമ്മാനിക്കുകയും ചെയ്തു. അങ്ങനെ അഹങ്കാരത്തോടെ നിറഞ്ഞിരുന്ന ഒരു മഹാരാജാവ് ഭഗവാൻ ശിവന്റെ ഒരു പെരുവിരലാൽ മുന്നിൽ പരാജയപ്പെട്ടു. അതിനാലാണ് ഈ ചിത്രത്തിൽ രാവണൻ പർവ്വതത്തിനടിയിൽ പരിശ്രമിക്കുമ്പോൾ മുകളിൽ ഭഗവാൻ ശിവനും ദേവി പാർവതിയും പൂർണ്ണമായ ശാന്തതയിൽ ഇരിക്കുന്നത്. കാരണം ഒരു സത്യമാണ്: ദൈവത്തിന് മുന്നിൽ ശക്തി കൊണ്ടല്ല ജയിക്കാൻ കഴിയുക, വിനയം കൊണ്ടാണ്. ഇത്തരം കൂടുതൽ അപൂർവവും അത്ഭുതകരവുമായ ഹിന്ദു ഭക്തി കഥകൾ അറിയാൻ ശ്രീകുട്ടൻ ഹിന്ദു ഭക്തി സ്റ്റോറീസ് ഫോളോ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കമന്റിൽ ഓം നമഃശിവായ എന്ന് എഴുതൂ.